നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതനം കോസ്മിക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2025 വിഷു വർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകയിരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. തിരുവാതിരയെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, പുതിയ തൊഴിലവസരങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത്. തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത ഈ ഒരു വിഷു വർഷക്കാലത്ത് വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കുവാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടൽ, ചെവി, ത്വക്ക് എന്നീ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അസുഖങ്ങളോ ഒക്കെ വന്നു ഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും കമിതാക്കൾക്കിടയിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും വാക്തർക്കങ്ങളും പരസ്പരം മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളും ഒക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായങ്ങൾ, ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷു വർഷക്കാലം ഏറെ ഗുണകരമായിട്ടുള്ള ഒരു കാലയളവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷു വർഷക്കാലത്ത് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. മത്സര പരീക്ഷകളിൽ നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കുവാനും നല്ല ഗുരുക്കന്മാരെ ലഭിക്കുവാനും ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന നല്ല ആത്മബന്ധങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കലാലയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ആഗ്രഹിച്ച കോഴ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ തന്നെ അഡ്മിഷനൊക്കെ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെ തേടി വരുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗം തന്നെ ആയിരുന്നാലും നിങ്ങളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ചൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ചൊക്കെ സംഭവിക്കുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതർക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു കഴിവിനനുസൃതമായിട്ടുള്ള ഒരു നല്ല തൊഴിലിടം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ബന്ധുക്കളുമായിട്ട് വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗം, ഒരു മരണം സംഭവിക്കുവാനും ഒക്കെ സാധ്യത ഈ വിഷു വർഷക്കാലത്തിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉന്നമനം, നേട്ടങ്ങൾ തിരുവാതിര നക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷക്കാലത്തിൽ ഉടനീളം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ, പുതിയ സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയുമൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. പ്രണയ സംബന്ധമായിട്ട് കമിതാക്കൾക്കിടയിൽ പ്രണയം അല്ലെങ്കിൽ കമിതാക്കളായിട്ടുള്ള തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ കമിതാക്കൾക്കിടയിലും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വന്ന് ഭവിക്കുകയും തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെന്റ് മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നിങ്ങൾ നോക്കിക്കണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട്. വിവാഹപരമായിട്ട് തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായ ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു പങ്കാളി അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചില വ്യക്തികളിലേക്കൊക്കെ നിങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻപ് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമായിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് വരുവാനും ഒക്കെ സാധ്യത ഈ വിഷു വർഷക്കാലത്തിൽ കാണുന്നുണ്ട്. വ്യാവസായികപരമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷു വർഷക്കാലം ഏറെ ഗുണകരമായിട്ടുള്ളൊരു കാലയളവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സംരംഭം നിങ്ങൾക്ക് തുടങ്ങുവാനായിട്ട് സാധിക്കും. നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തന്നെയും മുൻകാലങ്ങളിലുണ്ടായ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നികത്തുവാൻ ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്.
കൃഷി സംബന്ധമായിട്ട് കാർഷിക മേഖലയിൽ നിൽക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കാർഷിക വിളകൾക്ക് ചെറിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ കാർഷിക വിളകൾക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കറികൾക്കൊക്കെ അണുബാധ സംഭവിക്കുക എന്നൊക്കെ പറയാറില്ല, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ളവർ നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നത്തിന് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി പരിചരിച്ച് വേണം ഈ വിഷുവർഷത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട്. ആരോഗ്യ സംബന്ധമായിട്ട് തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള അത് എല്ലാ പ്രായക്കാരെയും കൂടെ ചേർത്താണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഒന്ന് കുടൽ, അതുപോലെ ചെവി, പിന്നെ അതുപോലെ ത്വക്ക്, ഈ 3 അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ത്വക്ക് രോഗങ്ങൾ കൂടുതലായി തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷു വർഷക്കാലത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു തേമൽ പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു വട്ടച്ചൊറി പോലെ അങ്ങനെയൊക്കെ വരുന്നാൽ കൂടിയും നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്പോട്ടിൽ നിങ്ങൾ എടുത്ത് തന്നെ മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ അത് വ്യാപിക്കാനൊക്കെ വളരെയധികം സാധ്യത ഉണ്ട്. അത് ശ്രദ്ധിച്ച് വേണം തിരുവാതിര നക്ഷത്ര ജാതര ഈ വിഷു വർഷക്കാലത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട്. ഇപ്പോൾ പൊതുവായി പറഞ്ഞാൽ ഒരു ഗുണദോഷ സമ്മിശ്രം എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ തിരുവാതിര നക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷക്കാലത്തിൽ കൂടുതലാണ്. ദോഷപരിഹാരാർത്ഥം തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ളവർ സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കഴിയുന്ന സമയങ്ങളിലൊക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുകയും ശാസ്താവിനെ ഭജിക്കുന്നതും അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ, ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത്, അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് നിലവിളക്കിന് മുമ്പിലിരുന്ന് ശാസ്താവിനെ മനസ്സാൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും. ഇതര മതത്തിൽപ്പെട്ട സഹോദരന്മാരൊക്കെ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോവുക. എല്ലാ തിരുവാതിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും നല്ല ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.